കണ്ണൂർ ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ട ഒരു KSRTC ബസ് മട്ടന്നൂരിനടുത്ത് ചാവശ്ശേരിയിൽ എത്തിയപ്പോഴേക്കും വഴിയിൽ വെച്ച് CPM പ്രവർത്തകർ ബസ് തടയുന്നു. ബസ് തടഞ്ഞു എന്ന് മാത്രമല്ല, അതിൽ പെട്രോൾ ഒഴിച്ച് അവർ തീവെക്കുന്നതിന് മുമ്പ് അതിൽ യാത്ര ചെയ്തിരുന്നവരെ പുറത്തേക്ക് ഇറക്കി വിടാനുള്ള സാവകാശം പോലും അവർ കൊടുത്തില്ല. അതുകൊണ്ട് 4 ആളുകൾ ബസ്സിനുള്ളിലിരുന്ന് വെന്തു മരിച്ചു. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിനടുത്ത് ചാവശ്ശേരിയിൽ നടന്ന ബസ് തീവെപ്പ് സംഭവം ഒരു രാഷ്ട്രീയ സമരത്തിന്റെ പേരിൽ സാധാരണക്കാരായിട്ടുള്ള 4 യാത്രക്കാർ ബസ്സിനുള്ളിൽ ജീവനോടെ കരിഞ്ഞു മരിച്ച ദുരന്തം എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് അറിയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, CPIM തൊഴിലാളികൾക്ക് വേണ്ടിയൊന്നുമല്ല, സ്വന്തം നേതാക്കളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ തന്നെയാണ് അന്നും ഇന്നും ഈ ഗുണ്ടാപ്പണി എടുത്തിട്ടുള്ളത്. 1967 EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള സപ്തകക്ഷി മുന്നണി സർക്കാരിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു CPIM നേതാവായിരുന്ന K. ഇമ്പിച്ചി വാവ. അക്കാലത്ത് ഈ KSRTC ഇന്നത്തേതൊക്കെ പോലെ തന്നെ വലിയ തോതിൽ പ്രതിസന്ധി നേരിടുന്ന സമയമായിരുന്നു. മന്ത്രി എന്ന നിലയിൽ ഇമ്പിച്ചി വാവ എടുത്ത പല തീരുമാനങ്ങളും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായി. KSRTCയിലെ തസ്തികകളിലേക്ക് PSC വഴിയല്ലാതെ പാർട്ടിയുടെ താല്പര്യപ്രകാരം സ്വന്തം ആളുകളെ തിരികെ കയറ്റാൻ അദ്ദേഹം ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തു എന്നതായിരുന്നു പ്രധാന ആരോപണം. ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അണികൾക്ക് KSRTCയിൽ കൂട്ടത്തോടെ താൽക്കാലിക ജോലി നൽകിയത് ഇമ്പിച്ചി വാവയുടെ കാലത്തായിരുന്നു. ഇമ്പിച്ചി വാവ സഖാവിന്റെ പരിപാടിയൊക്കെ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. അതിപ്പോ പെട്ടെന്നൊരു നിയമനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ പാർട്ടി അണികൾ പറയുന്ന പേരുകളൊക്കെ പുള്ളി കയ്യിലുള്ള ഒരു സിഗരറ്റ് കൂടിന്റെ പുറത്താണെങ്കിൽ എഴുതിക്കൊണ്ട് പോയിട്ട് അവർക്ക് കൃത്യമായിട്ട് ജോലിയൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ ലോക്കൽ നേതാക്കളൊക്കെ ഇങ്ങനെ എഴുതി കൊടുക്കുന്ന പേരുകൾ നോക്കി മന്ത്രി നേരിട്ട് KSRTC ഉദ്യോഗസ്ഥർക്ക് നിയമന ഉത്തരവ് നൽകാനായിട്ടുള്ള നിർദ്ദേശമൊക്കെ കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു. ഈ അവിശ്വസനീയമായിട്ടുള്ള ഭരണ രീതിയാണ് പിന്നീട് സിഗരറ്റ് പാക്ക് നിയമനങ്ങൾ എന്നുള്ള രീതിയിൽ മാധ്യമങ്ങളും പ്രതിപക്ഷമൊക്കെ വിളിച്ചത്. തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് വേണ്ടി അനധികൃത നിയമനങ്ങൾ നടത്തുന്ന ഒരു വല്ലാത്തൊരു പാർട്ടിയാണ്. സപ്തകക്ഷി മുന്നണി സർക്കാർ 1969 ഒക്ടോബറിൽ CPI-CPM തർക്കങ്ങളെ തുടർന്ന് തകർന്നു. തുടർന്ന് CPI നേതാവായിട്ടുള്ള C. അച്യുത മേനോന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പിന്തുണയോടെ പുതിയ സർക്കാർ അധികാരമേറ്റു. പുതിയ സർക്കാരിലെ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്ന KM ജോർജ് മുൻ സർക്കാരിന്റെ കാലത്ത് KSRTCയിൽ ചട്ടങ്ങൾ ലംഘിച്ച് പിൻവാതിലൂടെ നിയമിച്ച 800-ലധികം താൽക്കാലിക ജീവനക്കാരെ, സഖാക്കളെ, ഭൂരിഭാഗവും CPM അനുഭാവികൾ തന്നെയാണ് കേട്ടോ, പിരിച്ചുവിട്ടു. ഇതിനെതിരെ CPIM സംസ്ഥാന വ്യാപകമായിട്ട് ട്രാൻസ്പോർട്ട് സമരം പ്രഖ്യാപിച്ചു. ജനങ്ങളുടെ യാത്രാ സൗകര്യവുമായി ബന്ധപ്പെട്ട സമരമാണോ? അല്ല. പെട്രോൾ ഡീസൽ വിലവർധനയെ തുടർന്നുള്ള ട്രാൻസ്പോർട്ട് രംഗത്തിന്റെ പ്രതിസന്ധിയെ കുറിച്ചിട്ടുള്ള സമരമാണോ? അല്ല. ഇനിയിപ്പം മാന്യമായിട്ട് ഈ പരീക്ഷ എഴുതി അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനോടെ ജോലിയിൽ കയറിയിട്ടുള്ള തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണോ? അല്ല. അനധികൃതമായിട്ട് തിരികെ കയറിയ പാട്ടിണി പാവങ്ങളായിട്ടുള്ള ബാക്കിയുള്ള സഖാക്കളുടെ നെഞ്ചത്ത് ചവിട്ടി ജോലിക്ക് കയറിയിട്ടുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പാർട്ടിയുടെ സ്വലാഭത്തിന് വേണ്ടിയുള്ള ഒരു സമരം. ഇന്ന് എക്സലോജിക് കമ്പനിക്ക് വേണ്ടി അല്ലെങ്കിൽ CMRL വേണ്ടി പണിയെടുക്കുന്ന അതേ ഗുണ്ടാപ്പണി തന്നെയാണ് അന്നും എടുത്തത്.